അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച സംസ്ഥാനത്ത് വീണ്ടും മരണം റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച കണ്ണൂർ സ്വദേശിനിയായ പെൺകുട്ടിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചു. ഇതിനിടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന വിദ്യാർത്ഥിക്ക് രോഗബാധയുണ്ടെന്നാണ് സംശയം. സാനിയോ മനോമി വിവരങ്ങൾ. സാനിയോ, ഇപ്പോൾ എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ആശങ്ക, വല്ലാത്ത രീതിയിലുള്ള ആശങ്കയുണ്ടോ? ഈ രോഗത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രോഗിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരില്ല. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക വേണ്ട എന്ന വിലയിരുത്തലിലാണ് ആരോഗ്യ പ്രവർത്തകർ ഇപ്പോഴുള്ളത്. നേരത്തെ കഴിഞ്ഞ ആഴ്ചയാണ് കണ്ണൂർ സ്വദേശിനിയായ പെൺകുട്ടി, 13 വയസ്സുകാരിയായ പെൺകുട്ടി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. ഈ കുട്ടി മൂന്നാറിലേക്ക് പഠനയാത്രയായി പോയിരുന്നു. അതിൻ്റെ ഭാഗമായി പൂളിൽ കുളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചത് എന്നാണ് ഇപ്പോൾ കരുതുന്നത്. മറ്റൊരു കുട്ടി രാമനാട്ടുകര സ്വദേശിയായ 5 വയസ്സുകാരനാണ്. ആ കുട്ടി ഫറൂഖ് കോളേജിന് സമീപത്തുള്ള അച്ഛൻ കുളത്തിൽ ഏറെ നേരം കുളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് രോഗം ബാധിച്ചത് എന്നാണ് കരുതുന്നത്. ഏതായാലും ഈ കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അമീബിക് മസ്തിഷ്ക ജ്വരം തന്നെയാണെന്നാണ് ഇപ്പോൾ സംശയമുള്ളത്. പൂനെയിലെ ലാബിലേക്ക് ഫലത്തിനായി സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. നാളെയോടുകൂടി റിസൾട്ട് വരുമെന്നാണ് കരുതുന്നത്. കുട്ടി വെന്റിലേറ്ററിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. ശരി, സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്.